പുൽവാമയിൽ വീണ്ടും അമ്പലമണി മുഴങ്ങും. സംരക്ഷിക്കുന്നത് മുസ്ലിങ്ങൾ. ഭീകരന്മാരും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവരും ഇത് കണ്ണു തുറന്ന് കാണണം. ഇതാണ് ഇന്ത്യ, ഒരൊറ്റ ജനത. 80 വർഷം പഴക്കമുള്ള ക്ഷേത്രം സംരക്ഷിക്കാൻ പുൽവാമയിലെ മുസ്ലിങ്ങൾ ഇറങ്ങുകയാണ്. ഒരു ദശാബ്ദത്തിനപ്പുറം പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളിയും ക്ഷേത്രമണികളും കശ്മീരിലെ പുൽവാമ ഗ്രാമത്തിൽ പ്രതിധ്വനിക്കാൻ ഒരുങ്ങുകയാണ്. വളരെ അടുത്തടുത്തായിരുന്നു പുൽവാമയിലെ അച്ചാൻ മേഖലയിൽ പള്ളിയും അമ്പലവും ഉണ്ടായിരുന്നത്. പള്ളിയിൽ എപ്പോഴും തിരക്കായിരുന്നുവെങ്കിൽ അമ്പലമാകട്ടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാകുന്നു. എന്നാൽ ഇപ്പോൾ അതിന് പൂർണ്ണമായും മാറ്റം വരികയാണ്. 1990കളിലെ കലാപത്തിൽ ഹിന്ദുക്കൾ ഇവിടെ നിന്നും പലായനം ചെയ്തതിനാൽ ഉപയോഗശൂന്യമായ ക്ഷേത്രം ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ മുസ്ലിം വിഭാഗങ്ങളും ഏക കശ്മീരി പണ്ഡിറ്റ് കുടുംബവും. വിദ്വേഷം പരത്തുന്നവർക്ക് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഈ പുതിയ ദൗത്യം. 40 സൈനികർ കൊല്ലപ്പെട്ട പുൽവാമ ഭീകരാക്രമണം നടന്ന സ്ഥലത്തു നിന്നും വെറും 12 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശം. ഗ്രാമത്തിലെ മുതിർന്ന ആളുകൾക്ക് ഒരുപാട് ഓർമ്മകൾ വീണ്ടും മടക്കി നൽകാനായി ക്ഷേത്രം തുറക്കാനുള്ള ആവേശത്തിലാണ് ഗ്രാമവാസികൾ ഓരോരുത്തരും. ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വൈകാതെ തന്നെ വിഗ്രഹ പ്രതിഷ്ഠയും പൂജാകർമ്മങ്ങളും തുടങ്ങും. ക്ഷേത്രത്തിലെ മന്ത്രോച്ചാരണങ്ങൾ കേൾക്കാൻ നൂറുകണക്കിന് ആളുകൾ ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തണമെന്നാണ് ഗ്രാമവാസികൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ക്ഷേത്രത്തിന്റെ നഷ്ടപ്രഭാവം തിരികെ എടുക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് പ്രാദേശിക മുസ്ലിം വഖഫ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭൂഷൺ ലാൽ പറയുന്നത്. 1990കളിൽ മുസ്ലിങ്ങളെക്കാൾ ഇരട്ടി ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അച്ചാൻ. എന്നാൽ ഭയം മൂലം അവർ ഇവിടെ നിന്നും പോവുകയായിരുന്നു. എന്നാൽ അവരെ തിരികെ വേണമെന്നാണ് ഇപ്പോൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ഇന്ത്യ പാക് പ്രശ്നങ്ങൾ വഷളായ കുറച്ച് ദിവസങ്ങൾ മാറ്റി നിർത്തിയാൽ കഴിഞ്ഞ 2 ആഴ്ചകളിലായി ക്ഷേത്ര നിർമ്മാണത്തിന്റെ തിരക്കിലാണ് ഗ്രാമീണർ. ക്ഷേത്രത്തിന്റെ പ്രധാന കെട്ടിടം നവീകരിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിലെ ഉറവയും ഡ്രെയിനേജ് സംവിധാനവുമെല്ലാം പഴയപടിയാക്കിയിട്ടുണ്ട്. മഹാശിവരാത്രി ആഘോഷിച്ച് ആ ദിനത്തിൽ പൂജാകർമ്മങ്ങൾ ആരംഭിക്കാനാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാത്തതിനാൽ അത് സാധിച്ചില്ല. ആ വിഷമം ഉടൻ മാറും. കുറച്ചു പണികൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഭൂമി നിരപ്പാക്കണം, പ്രധാന കവാടം പെയിന്റ് ചെയ്യണം, അതിനുശേഷം പ്രതിഷ്ഠാകർമ്മം നടത്തണം. ലാലിന്റെ സഹോദരനായ സഞ്ജയ് കുമാറും അവിടെയുള്ള ഓരോ പ്രദേശവാസികളും ആഗ്രഹിക്കുന്നത് ഇതെല്ലാമാണ്. ക്ഷേത്രം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് നാട്ടുകാരനായ മുഹമ്മദ് യൂനിസ് പറയുന്നു. മുസ്ലിങ്ങൾ മോസ്കിൽ പോയി പ്രാർത്ഥിക്കുന്നത് പോലെ ഹൈന്ദവ കുടുംബങ്ങൾക്ക് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്താനാകണം. എല്ലാവരും സൗഹാർദ്ദത്തോടെ കഴിഞ്ഞ പഴയ നാളുകൾ തിരിച്ചുപിടിക്കാനാകണം. ഇവിടെ നിന്ന് വിട്ടുപോയ ഹൈന്ദവർ തിരിച്ചു വരണമെന്നും യൂനിസ് ആഗ്രഹിക്കുകയാണ്. ഇതുതന്നെയാണ് ഓരോ ഗ്രാമവാസികളും ഓരോ മുസ്ലിം ജനതയും ആഗ്രഹിക്കുന്നതും. കുട്ടികളെല്ലാം കുട്ടിക്കാലത്ത് അമ്പലത്തിൽ പോകുമായിരുന്നു, ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ. അന്ന് അവിടുത്തെ പ്രായം ചെന്ന പൂജാരി എല്ലാവർക്കും മധുര പലഹാരങ്ങളും ശർക്കരയും പഴങ്ങളും ഒക്കെ കൊടുക്കുമായിരുന്നു. ക്ഷേത്ര പരിസരത്ത് മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കളിക്കുകയായിരുന്നുവെന്നും മുസ്ലിം സഹോദരങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഗ്രാമവികസനത്തിന് അനുവദിച്ച ഫണ്ടിൽ 4 ലക്ഷം രൂപ ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി അനുവദിക്കണമെന്ന് അവിടുത്തെ വഖഫ് ബോർഡ് ചെയർമാൻ നസീർ മിർ പറഞ്ഞു കഴിഞ്ഞു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഗ്രാമത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം വീണ്ടെടുക്കാനാകുമെന്നാണ് ഓരോ ഗ്രാമവാസികളും പ്രതീക്ഷിക്കുന്നത്. കശ്മീരിലെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയായി മാറാനാകണമെന്നാണ് ഓരോ കുടുംബങ്ങളും ആഗ്രഹിക്കുന്നത്. ഏതായാലും ഇത് ലോകത്തിന് തന്നെ ഒരു വലിയ മാതൃകയാണ്. പുൽവാമയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വേദനകളും ഭീതി നിറഞ്ഞ ദിവസങ്ങളും മാറി ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസങ്ങൾ വരുന്നു. ഒരേ സമയം പുൽവാമയിൽ അമ്പലമണിയും പള്ളിയിൽ നിന്നുള്ള ബാങ്കുവിളിയും മുഴങ്ങും. അമ്പലമണി സംരക്ഷിക്കുന്നത് മുസ്ലിങ്ങളാണെന്നുള്ളത് ഓരോരുത്തരും കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് ഇന്ത്യ. ഇന്ത്യക്കാർക്ക് ഒരൊറ്റ വികാരം മാത്രമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.